നാടൻ പിക്കിൾസിലേക്ക് സ്വാഗതം. ഇന്നിടാൻ പോണത് നീന്ത്രപ്പഴ അച്ചാറാണ്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാർ. 2 നീന്ത്രപ്പഴം തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയിട്ട് വേണം ചെയ്യാൻ. പാകം പൊഴുപ്പ്, നല്ല അലിഞ്ഞതും ആവേണ്ട, നല്ല കരിമ്പച്ചി അല്ലാത്ത രീതിയിലുള്ള നീന്ത്രപ്പഴമാണ്. ചെറുതാക്കി നുറുക്കിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ചീനമുളക് കുറച്ച്, ഒരു കഷ്ണം ഇഞ്ചി. എരിവില്ലാത്ത അച്ചാറാണ്. എണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഇടാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇടണുള്ളൂ. കടുക് പൊടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. 1/2 ടീസ്പൂൺ കടുക് ഉണ്ടാവും. രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്കിടുക. ചീനമുളക് അതൊന്ന് മൂപ്പിക്കുക. ചീനമുളക് ഇല്ലാച്ചിട്ട് അച്ചാറിടാതിരിക്കണ്ട. ചെറിയ ഇനം പച്ചമുളക് നുറുക്കിയിട്ടും അച്ചാറിടാം. ചീനമുളക് ഇട്ടിട്ടാണ് അച്ചാറിടുക. വെളുത്തുള്ളി, ഇഞ്ചി നുറുക്കിയത്. പഴത്തിൻ്റെ അളവിനെടുത്താൽ മതി. കൂടുതലായ ഒരു ചുവ വരും, മധുരമുള്ള അച്ചാറായതുകൊണ്ട്. അപ്പോൾ കുറച്ച് മതി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. പഴം നുറുക്കി വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കി പാകത്തിന് ഉപ്പിട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മതി. കാശ്മീരി മുളകും പൊടിയാണ്. എരിവുള്ള മുളകും പൊടി ചേർത്തണില്ല, കാശ്മീരി മുളകും പൊടി മാത്രം. ഇതൊരു മധുര അച്ചാറാണ്. ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ഉപയോഗിക്കാം. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ശർക്കര ആയിരിക്കും ഉത്തമം. ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സുർക്ക ചേർത്തി ഒന്ന് അഴവ് വരാനും വേണ്ടിയിട്ട്. ഇത് കുറച്ചൊന്ന് വറ്റിക്കണം. സുർക്ക അവരവരിഷ്ടം പോലെ ചേർത്താം. അന്ന് തന്നെ കഴിക്കാനുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പഞ്ചസാരയും ശർക്കരയും ഇടാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നീന്ത്രപ്പഴം തന്നെ കലോറി കൂടുതലാണ്. അപ്പോൾ അതിൽ കൂടെ ശർക്കരയും പഞ്ചസാരയും വേണമെങ്കിൽ ചേർത്താം. അച്ചാറിൻ്റെ രുചിക്കൂട്ടിന് ശർക്കര ചേർത്താൽ അത്രയും നല്ലതാണ്. ഉപ്പ് കുറവ് രുചിച്ച് നോക്കിയിട്ട് പാകത്തിന് ഒരു ലേശം കൂടി ഉപ്പിട്ടിട്ടുണ്ട്. പഞ്ചസാരയാണ്. അതിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്.